നമ്മുടെ മുല്ലപ്പെരിയാർ ഉണ്ടല്ലോ, മുല്ലപ്പെരിയാർ. ആ മുല്ലപ്പെരിയാർ പേടിക്കേണ്ട, ടെൻഷനൊന്നും വേണ്ട. മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ ചിലക്ക് മുല്ലപ്പെരിയാറോ, അത്രയും ആവേശവും ടെൻഷനൊന്നും വേണ്ട. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അണക്കെട്ടിൽ ഒരു 50% എത്തിയപ്പോഴാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ തമിഴ്നാട് ഷട്ടർ അല്പസമയത്തിനകം തുറക്കും. കമ്പത്തെ 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്ക് വേണ്ടിയാണ് വെള്ളം ഒഴുക്കുന്നത്. സെക്കൻഡിൽ 200 ഘനയടി വെള്ളം വീതം തുറന്നുവിടും. മധുര കോർപ്പറേഷൻ പ്രദേശത്തെ കുടിവെള്ളത്തിനായി സെക്കൻഡിൽ 150 ഘനയടി വെള്ളവും നൽകും. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? കുടയൊക്കെ ചൂടിയാണല്ലോ നിൽക്കുന്നത് രാഹുൽ. ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാമെന്ന അവസ്ഥ വന്നത്. എന്തായാലും എന്താണ് പൊതുവെയുള്ള അവസ്ഥ? എത്രയാണ് ഷട്ടറുകൾ എന്ന് തുറക്കുക? എപ്പോഴത്തേക്കാണ് തുറക്കുക? പൂജയൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മൾ തേക്കടിയിലാണുള്ളത്. ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന സ്പിൽവേ ചെറിയൊരു ഷട്ടറാണ്. ഇത് ഉയർത്തിയ ശേഷം തമിഴ്നാട്ടിലേക്കുള്ള ടണൽ തുറക്കും. അതുവഴിയായിരിക്കും വെള്ളം കൊണ്ടുപോകുക. നിലവിൽ ഈ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെള്ളം കൊണ്ടുപോകുന്നത്. സാധാരണ എല്ലാ വർഷവും ജൂൺ 1-ാം തീയതിയാണ് ഇത് തുറന്നുകൊണ്ട് വെള്ളം കൊണ്ടുപോകാറ്. പക്ഷേ ഇത്തവണ മഴ കുറവായതുകൊണ്ട് തന്നെ ഈ വെള്ളം കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ മഴ പെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ആളുകൾ പൂജയൊക്കെ ചെയ്തത്. അന്ന് അവർ പറഞ്ഞത് മുമ്പ് ഇത്തരത്തിൽ പൂജ ചെയ്തപ്പോൾ അതിനുശേഷം മഴ പെയ്യുകയും വെള്ളം കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നെത്തിയ ആളുകൾ പറയുന്നത് അന്ന് ചെയ്ത പൂജയുടെ ഫലമായിട്ടാണ് മഴ പെയ്തതെന്നും ഇപ്പോൾ വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടായത് എന്നുമാണ് പറയുന്നത്. ഇടുക്കിയിൽ എന്തായാലും മഴ ഇടവിട്ട് ശക്തമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തേക്കടിയിലടക്കം മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 10:19 ആയിരിക്കുന്നു. 10:30 കൂടിയിട്ടാണ് ഈ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം കൊണ്ടുപോവുക. കമ്പത്തെ 14,700 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്ക് വേണ്ടിയിട്ട് 200 ഖനിയടി വെള്ളം സെക്കൻഡിൽ കൊണ്ടുപോകും. അതുകൂടാതെ മധുരയിലേക്ക് കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി 150 ഖനിയടി വെള്ളവും കൊണ്ടുപോകും. അങ്ങനെ 350 ഖനിയടി വെള്ളമാണ് ഓരോ സെക്കൻഡിലും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ കണക്കനുസരിച്ച് 120 ദിവസത്തേക്കായിരിക്കും ഇത്തരത്തിൽ വെള്ളം കൊണ്ടുപോവുക. ഇനിയിപ്പോൾ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂടാൻ തന്നെയാണ് സാധ്യത. നമുക്ക് ആ ജലനിരപ്പിന്റെ അളവ് കൂടി കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഉള്ള ആ കണക്ക് പ്രകാരം 123 അടിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ജലനിരപ്പ്. അതിപ്പോൾ കൂടി വരികയാണെങ്കിൽ ജലനിരപ്പ് മീൻസ് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ഷട്ടർ തുറന്ന് വെള്ളം കമ്പം തേനി ഭാഗത്തേക്ക് കൊണ്ടുപോകണം. കാര്യം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്, അല്ലേ? അൻപുടയോറുകൾ, അവർക്ക് വെള്ളം കൊണ്ടുപോകണം. അവിടെ അവർക്ക് കൃഷി ചെയ്യണം. അവർ വല്ലതും കൃഷി ചെയ്താലേ നമുക്ക് വല്ലതും ഉണ്ണാൻ പറ്റൂ. വെള്ളമില്ലെങ്കിൽ അവർക്കും പ്രശ്നമാവും, അവർക്ക് പ്രശ്നമായാൽ നമുക്കും പ്രശ്നമാകും. നമ്മൾ ഓണം ഉണ്ണണമെങ്കിൽ തമിഴ്നാട്ടുകാരൻ അവൻ്റെ നെൽപ്പാടത്തും അവൻ്റെ പച്ചക്കറിത്തോട്ടങ്ങളിലും അവൻ വിള ഉൽപ്പാദിപ്പിക്കണം. എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കും. അപ്പോൾ ഇന്ന് വെള്ളം അവർ കൊണ്ടുപോകും.